ഫുള്ളായിട്ട് വലിയ ബുദ്ധിമുട്ടില്ലല്ലോ അന്നേരം. ഇപ്പോൾ കഷ്ടപ്പാടില്ലാണ്ടാന്ന് കൈ പോന്നു അല്ലേ? മറ്റേ നേരത്തെ ഒരു മുക്കാഭാഗമല്ലേ എത്തിയിട്ടുള്ളൂ. അതെ, അത്രയാവുമ്പോൾ തന്നെ പെയിൻ ഉണ്ടായിരുന്നു ബാക്കിൽ. ഇപ്പോൾ ആ പെയിനും കുറഞ്ഞില്ലേ? ബാക്കിലെത്തില്ലേ? പിടുത്തെല്ലാം കുറഞ്ഞില്ലേ? ഇനി കാലകറ്റിയിട്ട് ഓപ്പോസിറ്റ് കൈ ഓപ്പോസിറ്റ് കാല് അതന്നെ ഫുള്ള് ഓക്കെ ഗുഡ്. ഇപ്പോൾ ഒരു ചെറിയൊരു വലിയ ഉള്ളൂ. അതാ മുട്ട് നേരെയാണോ? ബാക്കിയാന്ന് ഒരു ഭാഗത്ത് ഫുള്ള് കുറച്ചുകൂടി ഈസിയാന്ന് തോന്നുന്നു അല്ലേ? ഒരു ഭാഗം ഈസിയാണ്, ബാക്കിയെല്ലാം ക്ലിയർ ആയില്ല. ആ നടുവേനയില്ലല്ലോ, നടുവിന് പിടുത്തമില്ലല്ലോ ഇപ്പോൾ. വേദനയ്ക്ക് ഒരു ആശ്വാസമുണ്ട്. ഇനി ഡെയിലി ഈ ടൈപ്പ് തന്നെ എല്ലാം ചെയ്യുക കേട്ടോ, എന്നാൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട്. നേരത്തെ കാണിച്ചു തന്നത് കടന്നിട്ടുള്ളത് അത് ഫുള്ള് ചെയ്താൽ തന്നെ കുറേ ക്ലിയർ ആവും. ബാക്കി ഒന്നും കൂടി വന്ന് നമുക്ക് ബാക്കിയും കൂടി ക്ലിയർ ആക്കാം. ഒന്നും കൂടി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എന്തായാലും ഒരാഴ്ചക്കുള്ളിൽ വരാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. അതുകൊണ്ട് ഒന്നും കൂടി കൈ പൊന്തിക്ക്, ശ്വാസം എടുക്കുക, ശ്വാസം വിട്ടുകൊണ്ട്. വലിയ ബുദ്ധിമുട്ടില്ലല്ലോ? ശരിക്കും മുട്ടുന്നുണ്ട്. നേരത്തെ ആ റിസ്ക് ഇല്ലാണ്ടാണ് മുട്ടുന്നത് കാലിൽ അല്ലേ? അന്നേരം ആ നടുവിൻ്റെ പിടുത്തെല്ലാം കുറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബെൻഡും കൂടി കാലിനുള്ള ഫുള്ളായിട്ടുള്ളത് അതും കൂടി കുറച്ച് ക്ലിയർ ആക്കണം. ആ രണ്ട് ഭാഗത്തുള്ളത് ചെടിക്കാക്കില്ല, അടുത്തതിന് നല്ലൊരു ആശ്വാസം അല്ലേ? ഇനി എല്ലാം ചെയ്തു നോക്കിയിട്ട് വേണം. ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് പറയാം. അപ്പോൾ അതും കൂടി എനിക്ക് ക്ലിയർ ആണ്. സ്പ്രിങ്ങിൻ്റെ കട്ടിൽ കംപ്ലീറ്റ് മാറ്റിയിട്ട് വെക്കണം. കേട്ടോ, അത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് കിടത്തം ക്ലിയർ ആവും. എന്നാലും മാത്രമേ ഇത് ഫുള്ളായിട്ട് സക്സസ് ആവും കേട്ടോ. തല അധികം വെച്ചിട്ട് പൊന്തിച്ചിട്ട് കിടക്കും വേണ്ട. ഒരു കൈയിൻ്റെ മുഷ്ടിൻ്റെ വലുപ്പത്തിൽ മാത്രം. എത്ര തലാണി വെക്കലുണ്ട് പൊതുവെ? ഞാൻ കുറേ തലവണി ഒഴിവാക്കിയിട്ടാളെ. ഇനി ചെരിഞ്ഞ് കിടക്കുന്ന സമയത്ത് തല ഇങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ ആയിക്കൊണ്ട് സൈഡിലേക്ക് കിടക്കും മാത്രം ചെറിയ തലവണ വെക്കാം. ചെറിയ അലാണി വെച്ചു, വലിയ അലാണി വേണ്ട. സ്പ്രിങ്ങിൻ്റെ കട്ടിൽ കിടക്ക ഒഴിവാക്കി തന്നെ കുറേ കുറയും. അതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്.